welcome to Vedantu Malayalam channel. I am Anchana, your biology teacher. We will discuss Biotechnology, Principle and Process in the chapter. We will 2 mark questions. That is our examination, competent host syllabus. So, that's 2 mark questions we will discuss. So, like wait. So, we will discuss chapter Biotechnology, Principle and Process in chapter. So, this chapter is very important chapter. So, a questions അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ റെഡി ആണെങ്കിൽ പെട്ടെന്ന് ഒരു ലൈക്ക് ഒക്കെ ഇട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൊടുക്കുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Genetic engineering include creation of recombinant DNA with the help of restriction endonuclease enzyme. Okay. What is recombinant DNA? The first question is what is recombinant DNA എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ് recombinant DNA technology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what is recombinant DNA technology? It is the process of joining. It is the process of joining two different DNA molecule to form rDNA, right? rDNA, and inserting into the host to produce desired product. So adana നമ്മുടെ എന്ത് rDNA ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു DNA വേറെ ഒരു DNA ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു rDNA നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കും. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് rDNA ടെക്നോളജി എന്ന്. Okay, what is the restriction enzyme? Name a restriction enzyme എന്ന് ചോദിച്ചിട്ടുണ്ട്. What are restriction enzyme? B ക്കുള്ള ആൻസർ എന്താണ്? What is restriction enzyme? So the enzyme which cut the DNA molecule. So the enzyme which cut the DNA molecule is known as എന്തെന്ന് പറയും? നമ്മളത് restriction enzyme എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാമോ ആർക്കെങ്കിലും? യെസ്. സോ എക്കോ R1 എന്ന് പറയാം, അല്ലെങ്കിൽ ഹിൻഡ് 2 എന്ന് എഴുതാം, റൈറ്റ്? സോ ഹിൻഡ് 2 അല്ലെങ്കിൽ ഹിൻഡ് 3. സോ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. Dash are the enzyme used for cutting the DNA molecule into fragments. An example for this type of enzyme is echo R1. What does echo R and I stands for? I allada Roman letter 1 ആണ്. Okay, so നമുക്ക് നോക്കാം. Dash is the enzyme used for cutting DNA molecule. ഏതാണത്? ആ ഡാഷിൽ നമ്മൾ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? restriction endonuclease enzyme അല്ലേ? restriction endonuclease enzyme used for cutting the DNA molecule into fragments. An example for this is echo R1 എന്ന് അവർ പറയുന്നുണ്ട്. ഈ എന്താണ്? ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററീഷ്യ and CO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോലി. അതായത് ഈസ്റ്ററീഷ്യ കോലി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്, നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയ ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ ഈസ് നത്തിങ് ബട്ട് RY13. അതായത് ആ ഒരു സ്ട്രെയിൻ ഏതെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് റോമൻ ലെറ്റർ 1 ഇൻഡിക്കേറ്റ്സ് ഇൻ വിച്ച് ഓർഡർ ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. ഓക്കെ, ഇൻ വിച്ച് ഓർഡർ, ഏത് ഓർഡറിലാണ് ഈ ഒരു എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്തത് എന്ന്. ഓക്കെ, സോ ഇത് ഇത്ര എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ അപ്പം നമുക്ക് അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം.
Use of thermostable DNA polymerase from the bacterium Thermus aquaticus made it possible to generate million copies of DNA in a very short time using this process. ഏതാണ് ആ പ്രോസസ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ടാഗ് പോളിമറേസ് എൻസൈം ഒക്കെ, അതായത് നമ്മുടെ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത ടാഗ് പോളിമറേസ് എൻസൈം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് DNA കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് PCR. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതി കൊടുക്കാം? polymerase chain reaction അല്ലെ, polymerase chain reaction എന്ന് പറയാം. റൈറ്റ്? സോ നെയിം the 3 important steps involved in this process എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ നമ്മുടെ PCR ടെക്നിക്കിൽ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് denaturation, right? So the first step is denaturation. അതായത് DNA സ്ട്രാൻഡിനെ സിംഗിൾ സ്ട്രാൻഡ്, അതായത് DNA is the double stranded molecule, അതിനെ സിംഗിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അനീലിംഗ്. അനീലിംഗിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അനീലിംഗ് is nothing but adding primer, right? So in annealing what we are going to do, നമ്മൾ പ്രൈമർ എന്ന് പറയുന്ന ഒരു ഓളിഗോ ന്യൂക്ലിയോടൈഡിനെ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. യെസ്. അപ്പൊ മൂന്നാമത്തേത് എന്താണ്? എക്സ്റ്റൻഷൻ. എന്താണ് കൂടി വന്നുകൊണ്ടുള്ളത്? എക്സ്റ്റൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? DNA മോളിക്യൂൾ അല്ലെ. സോ എക്സ്റ്റൻഷൻ. യെസ്. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണ് നമ്മുടെ PCR ടെക്നിക്കിനുള്ളത്. യെസ്. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? There are many features required to facilitate successful cloning into a vector. Write shortly any 2 such features required by a vector. So, നമ്മുടെ ക്ലോണിംഗ് വെക്ടറിന് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. റൈറ്റ്? സോ ക്ലോണിംഗ് വെക്ടറിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു 2 ഫീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ചോദ്യം ഉള്ളത്. സോ നമുക്ക് എഴുതി കൊടുക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഓറൈ റീജിയൻ. ഓറൈ റീജിയൻ ഈസ് നത്തിങ് ബട്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. So where the replication will start, right? So where the replication will start. So origin of replication is very much important for cloning vector. So self replicating molecule ആണ് നമ്മുടെ പ്ലാസ്മിഡ്. സോ ഈ ഒരു റീജിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് നമുക്ക് സെലക്ടബിൾ മാർക്കേഴ്സ് എഴുതി കൊടുത്താലോ? സെലക്ടബിൾ മാർക്കേഴ്സ്. എന്താണ് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ നമ്മുടെ PBR 322 there are 2 selectable markers. ഒന്ന് ഓർത്ത് പറയാമോ? ഏതാണത്? ആംപ്ലിസിൻ റെസിസ്റ്റന്റ് ജീൻ, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. So these selectable markers are the gene for resistant of antibiotics. എന്താണ് ഇത് ചെയ്യുന്നത്? സോ വെൻ ദർ ഇസ് വൺ ഓഫ് ദി 2, ഇതിൽ ഏതെങ്കിലും ഒരു ജീൻ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ജീന് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പെർട്ടിക്കുലർ കെമിക്കലിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് നമുക്ക് വിച്ച് വൺ ഈസ് ദി ട്രാൻസ്ഫോർമാന്റ്. ഓക്കെ. സോ ഞാൻ തെറ്റായിട്ട് ഇവിടെ സ്പെല്ലിംഗ് തെറ്റായിട്ട് എഴുതി. സോ നമുക്കിത് മായ്ച്ചു കൊടുക്കാം. രണ്ടാമത് എഴുതാം. യെസ്. സോ വിച്ച് വൺ ഈസ് ട്രാൻസ്ഫോർമാന്റ് അല്ലെ ആൻഡ് നോൺ ട്രാൻസ്ഫോർമാന്റ് എന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് സെലക്ടബിൾ മാർക്കേഴ്സ്. യെസ്. ഓക്കെ. എന്നാ പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? Recombinant DNA technology can be accomplished only if we have the following key tools, that is restriction enzyme, polymerase enzyme, ligase and vector. State the function of ligase and restriction enzyme എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is the function of ligase? എന്താണ് ലൈഗേസിന്റെ ഒരു ഫംഗ്ഷൻ? എന്താണ്? ലൈഗേസസ്
join the DNA molecule. Joining the DNA molecule. Alle? So it acts as a molecular glue. So ligase enzyme act as a molecular glue. രണ്ട് pieces of DNA നെ join ചെയ്യാൻ help ചെയ്യുന്ന ഒരു molecule ആണ് നമ്മുടെ DNA ligase. Okay, so second one എന്താണ്? Restriction enzyme. Restriction enzyme എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? What is restriction enzyme? Restriction enzyme is nothing but it will cut the DNA molecule. It will cut the DNA molecule. Okay, so that is the answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Observe the cloning vector and explain the following. Okay, ഇതേതാണിത്? സോ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് PBr322. ഓക്കെ, സോ നമുക്ക് ഇത് ഏതാണെന്ന് മനസ്സിലായി. ദിസ് ഇസ് PBr322. Okay, this is a plasmid, right? This is a plasmid. Okay, so രണ്ട് റീജൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് റീജനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, വിച്ച് ആർ ദാറ്റ് റീജൻ? ഒന്ന് ORI region ആണ്. ORI region is nothing but origin of replication, where the replication begins. Okay, രണ്ടാമത്തേത് എന്താണ്? BAM-H1. What is BAM-H1? It is a cloning site അല്ലെങ്കിൽ restriction site or recognition site. It is recognition site where the palindromic sequence are present. ഇവിടെ എന്തുണ്ടാവും? palindromic sequence for BAM-H1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള palindromic സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? പാലൻഡ്രോമിക് സീക്വൻസ് അല്ലെങ്കിൽ പാലൻഡ്രോമിക് സൈറ്റ് ഉണ്ടാവും. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം പോവാം. Electrophoresis is a method commonly used in biotechnology. Write briefly about gel electrophoresis എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, gel electrophoresis എന്താണിത്? So we are going to use this technique to separate. എന്താണ് ചെയ്യുന്നത്? Separate fragments of DNA. അല്ലെ? To separate fragments of DNA. Okay, so we need to separate the DNA fragments. For that, what we have to do? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? First we have to make a agarose gel. അല്ലെ? First step to make agarose ജെൽ. അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് അഗറോസ് ജെല്ലിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അഗറോസ് ജെല്ലിനെ പ്രിപ്പയർ ചെയ്യുന്നത്? സോ ഫസ്റ്റ് വി ആർ ടേക്കിംഗ് അഗറോസ് ആൻഡ് ആഡിങ് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് സ്റ്റിറിങ്. സ്റ്റിർ ചെയ്യുമ്പോൾ അത് എന്താവില്ല? മിക്സ് ആവാതെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്താവും? സോളിബിൾ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളത് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും? സോളിഡിഫൈ ആവും, സെമി ലിക്വിഡ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ജെൽ. സോ അങ്ങനെ നമ്മൾ ലിക്വിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ, ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അതിനെ ഒഴിച്ചെടുക്കണം. ഒരു ജെൽ പ്ലേറ്റ് ആക്കിയിട്ട് അതിനെ മാറ്റണം. ഓക്കെ, ഫസ്റ്റ് ടു മേക്ക് അഗറോസ് ജെൽ പ്ലേറ്റ്. ഓക്കെ, അഗറോസ് ജെൽ പ്ലേറ്റ് നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് we have to make buffer. So to add second step make buffer. So buffer എന്തിനാണുള്ളത്? സ്റ്റെബിലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബഫറിനെ നമ്മൾ റെഡി ആക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നമ്മൾ? സോ വി ഹാവ് ടു മേക്ക് എ വെൽ. ഓക്കെ, ടു മേക്ക് എ വെൽ, ഒന്നാണെങ്കിലോ അല്ലെങ്കിൽ മെനി, എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വെൽ ഇൻ ദി ജെൽ പ്ലേറ്റ്.
ഇൻ ദി ജെൽ പ്ലേറ്റ്. ജെൽ പ്ലേറ്റിൽ നമ്മൾ ഒരു വെല്ലിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആ വെല്ല് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വി ഹാവ് ടു ആഡ് DNA ടു ഇറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെല്ലിലേക്ക് നമ്മൾ DNA സാമ്പിളിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, വി ആർ കണക്ടിങ് ദാറ്റ് ഇൻ ടു പവറിലേക്ക് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നുള്ളത്, പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെ. DNA എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സോ ദിസ് DNA വിൽ മൂവ് ടുവേർഡ്സ് ആനോഡ് ആണോ കാത്തോഡ് ആണോ, ആനോഡിലേക്ക് അല്ലെ. സോ DNA is negatively charged, hence it move towards positively charged. So DNA is negatively charged, so it will move towards the positively charged anode. So this agarose act as a sieving. So sieving എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അരിപ്പ പോലെ അത് ആക്ട് ചെയ്യും. എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ വളരെ തിന്നായിട്ടുള്ള മോളിക്യൂൾ ആണെങ്കിൽ വളരെ മുന്നിലോട്ട്, അതായത് ഇതാണ് നമ്മുടെ അഗറോസ് ജെൽ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ വെല്ലുള്ളത്, ഇവിടെ വെല്ലുണ്ട്. ആ വെല്ലിലേക്ക് നമ്മൾ DNA ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇലക്ട്രോഡിനും അപ്ലൈ ചെയ്തു. ഇലക്ട്രോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുക, ലാർജർ DNA മോളിക്യൂൾ വിൽ സ്റ്റേ നിയർ ടു ദ വെൽ ആൻഡ് the smaller DNA molecule will move towards the opposite pole. So ഇങ്ങനെ മൂവ് ആകുമ്പോൾ based on the molecular weight എന്തായി, the DNA is separated. ക്ലിയർ ആയോ, എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ആഫ്റ്റർ ദിസ് വാട്ട് വി ഹാവ് ടു ഡു, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആഫ്റ്റർ ദിസ് വി ഹാവ് ടു ആഡ് എത്തിഡിയം ബ്രോമൈഡ്. എന്ത് ചെയ്യണം, എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു ഡൈനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ UV ലൈറ്റിൽ നോക്കുമ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് റെഡിഷ് കളറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, DNA മോളിക്യൂളിനെ കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. എല്ലാവർക്കും ക്ലിയർ ആയോ, മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Genetic engineering is a promising branch recently developed in biological science. Expand PCR and name 3 steps in each cycle. Okay, so ഏതൊക്കെയാണ് ആ സ്റ്റെപ്പ് നമ്മൾ പറയണം. And what is plasmid? Name 3 features required for cloning vector. So ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താണ് PCR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, polymerase chain reaction. Okay, so ഏതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത്, so denaturation, second one is annealing, right, annealing ഉണ്ട്, and third one is what, extension അല്ലെ, extension. so ഇത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കണോ. and second one is what is plasmid എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, so the double അല്ലെങ്കിൽ എന്താ circular double stranded DNA molecule present in the prokaryotic cell. Present in the prokaryotic cell. അതിനെയാണ് നമ്മൾ പറയുന്നത്, ഓക്കെ, പ്രോകാരിയോട്ടിക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവുന്നുണ്ടല്ലോ മിസ്സേ, എന്ത് പറ്റി എന്ന് ചോദിക്കാം അല്ലേ. സോ ഇത് ഞാൻ ഒന്ന് തിരക്കിട്ടിട്ട് എഴുതുന്നത് കൊണ്ടാണ് മക്കളെ അങ്ങനെ ആയി പോകുന്നത്. സോ ഡോണ്ട് വറി. എന്താണത്, പ്രോകാരിയോട്ടിക് സെൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. നെയിം 3 ഫീച്ചർ റിക്വയർഡ് ഫോർ ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടറിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് സോ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്, വൈറ്റിൽ എഴുതുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ബിക്കുള്ള ആൻസർ വൈറ്റ് പെന്നിൽ എഴുതുന്നതാണ്. ഓക്കെ, സോ ഏതൊക്കെയാണ്, ഓറൈ റീജൻ വേണം, സെലക്ടബിൾ മാർക്കേഴ്സ് വേണം, റൈറ്റ്, സെലക്ടബിൾ മാർക്കേഴ്സ് വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
റെക്കഗ്നൈസേഷൻ സൈറ്റും കൂടെ വേണം. ഓക്കെ, സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Origin of replication and selectable markers are the two important features required for cloning vector. Explain their role in facilitating cloning. എന്താണ് അതിന്റെ റോൾ എന്ന് എഴുതി കൊടുക്കണം. ഓറൈ റീജിയൻ നിങ്ങൾക്കൊക്കെ അറിയാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേർ ദി റെപ്ലിക്കേഷൻ ബിഗിൻ. ഓക്കെ, റെപ്ലിക്കേഷൻ ബിഗിൻ അല്ലേ, ബിഗിൻ. സോ റെപ്ലിക്കേഷൻ ഇല്ലാതിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ദർ ഇസ് നോ ചാൻസ് ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡ് ഇസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂൾ. നമ്മുടെ ഓറൈ റീജിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് റെപ്ലിക്കേഷൻ സംഭവിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് സെലക്ടബിൾ മാർക്കേഴ്സിന്റെ ഒരു എന്താ ഫെസിലിറ്റേറ്റിംഗ്, അതായത് റോൾ എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സിന്റെ റോൾ എന്താണ്? Selectable markers will used to identify transformant from non-transformant. Transformantiനും non-transformantiനും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ടബിൾ മാർക്കേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിനെ എടുക്കാം. സി, ഇവിടെ ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, കളർ മാറ്റാം അല്ലേ? യെസ്. സി, ഇതാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. സി, ഇവിടെ ആംപ്ലിസിൻ റെസിസ്റ്റന്റ് ജീൻ ആണുള്ളത്, റൈറ്റ്? സോ നമുക്ക് യെസ്, സി, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? ഒരു ഫോറിൻ DNA നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതാണല്ലോ RDNA ടെക്നോളജി. അപ്പൊ ഫോറിൻ DNA ആഡ് ചെയ്യുമ്പോൾ ഒന്നില്ല ഈ പാർട്ടിനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ പാർട്ടിനെ റിമൂവ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഫോറിൻ DNA ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ടെട്രാസൈക്ലിനെ ഞാൻ റിമൂവ് ചെയ്തു എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ടെട്രാസൈക്ലിൻ, അപ്പൊ ഞാൻ ഈ വരച്ചത് ഞാൻ മായ്ച്ചു കളയാണ്. ഓക്കെ, സോ ഈ ടെട്രാസൈക്ലിനെ ഞാൻ മുറിച്ചു മാറ്റിയിട്ട് ഞാൻ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ RDNA ടെക്നോളജി എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഞാൻ ട്രാൻസ്ഫോർമെന്റിനെയും നോൺ ട്രാൻസ്ഫോർമെന്റിനെയും ഐഡന്റിഫൈ ചെയ്യണം. അതായത് RDNA ടെക്നോളജി കംപ്ലീറ്റ് ആയതിനു ശേഷം ഉണ്ടാവുന്ന ആ ഒരു ഹോസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്ഫോർമെന്റ് എന്നാണ്. ഓക്കെ, ആ ട്രാൻസ്ഫോർമെന്റും നോർമൽ ആയിട്ടുള്ള എന്താ സെൽസും, ഓക്കെ, ഈ രണ്ടിനും എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? സി, ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട് അല്ലെ? ഈ ഒരു പ്ലാസ്മിഡിൽ എന്തുണ്ട്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. ഇൻ കേസ് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോർമെന്റ് ആയ ഒരു ബാക്ടീരിയനെ കൊണ്ടുപോയിട്ട് ഒരു പെട്രി ഡിഷിൽ ആംപ്ലിസിൻ എന്ന് പറയുന്ന കെമിക്കൽ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ജീവിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നോൺ ട്രാൻസ്ഫോർമെന്റിന് ജീവിക്കാൻ പറ്റില്ല. സോ അതാണ് ഡിഫറൻസ്. അത് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തൂക്കി മാറ്റാലോ. സോ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വെറും ട്രാൻസ്ഫോർമെന്റ്. അത് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. സോ അതാണ് സെലക്ടബിൾ മാർക്കേഴ്സിന്റെ ഒരു യൂസ്. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ആർ 3 steps of process used for gene amplification. Name the process. ഏതാണ് ഈ പ്രോസസ്? ഡീനാച്ചുറേഷനോ അനീലിംഗും എക്സ്റ്റൻഷനോ ഉള്ള ഈ ഒരു പ്രോസസ് ഏതാണ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അല്ലെ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഓക്കെ, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. Name the organism from which the DNA polymerase for this process is extracted. Even നമ്മുടെ ബോഡിയിലും എന്തുണ്ട്? നമ്മുടെ ബോഡിയിലും നമുക്ക് DNA പോളിമറേസ് എൻസൈം ഉണ്ട്. പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്നും DNA പോളിമറേസ് എൻസൈമിനെ എടുത്തിട്ട് നമ്മൾ PCR ടെക്നിക്കിൽ യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ, ആൾമോസ്റ്റ് 92 to 94 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ടെമ്പറേച്ചറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലുള്ള ആ പോളിമറേസ് എൻസൈം സഹിക്കില്ല. അത് പെട്ടെന്ന് തന്നെ ഡീനാച്ചുർ ആയി പോവും.
ഓക്കെ, പെട്ടെന്ന് തന്നെ അത് എന്തായി പോവും, അതങ്ങ് പീസായിട്ട് അങ്ങ് പോയി കളയും. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അത്രയും ടെമ്പറേച്ചറിനെ മറികടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗാനിസമിൽ നിന്നും ആ ഒരു DNA പോളിമറൈസ് എൻസൈമിനെ എടുക്കണം. സോ അങ്ങനെ എടുക്കുന്ന ആ ഒരു എൻസൈം ഈ ഒരു എക്സ്പെരിമെന്റിന് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിന് യൂസ് ആവുള്ളൂ. അപ്പൊ ആ ഓർഗാനിസം ആരാണ്? സോ ആ എൻസൈം ആരാണെന്ന് ആദ്യം പറഞ്ഞേ. ആ എൻസൈം ആരാണ്? ടാക് പോളിമറേസ് അല്ലെ, ടാക് പോളിമറേസ്. ഓക്കെ, ടാക് പോളിമറേസ് ആണ്. ഏത് എൻസൈമിൽ നിന്ന്, ഏത് ബാക്ടീരിയയിൽ നിന്നാണ് ആ ഒരു എൻസൈമിനെ യൂസ് ചെയ്യുന്നത്? ഏതാണത്? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ഈ ബാക്ടീരിയ എന്ത് ബാക്ടീരിയ ആണ്? തെർമോ അസിഡോഫിൽസ്. അതായത് നമ്മൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നില്ലേ, തെർമോ അസിഡോഫിൽസ്. ഓക്കെ, സോ നമ്മൾ പറയുന്നില്ലേ ആർക്കി ബാക്ടീരിയ എക്സ്ട്രീം ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും എക്സ്ട്രീം കോൾഡ് ഉണ്ടെങ്കിലും അല്ലെ, അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയനാണ് നമ്മൾ പറയുന്നത് തെർമോ അസിഡോഫിൽസ്. അങ്ങനെ ഒരു ബാക്ടീരിയ ആണ് നമ്മുടെ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്നത്. ആ ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ടാക് പോളിമറേസിനെ എടുക്കുന്നുണ്ട്. ആ ടാക് പോളിമറേസിനെയാണ് നമ്മൾ പോളിമറേസ് ചെയിൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മാച്ച് ദ ഐറ്റം ഓഫ് കോളം എ വിത്ത് കോളം ബി. ഓക്കെ, എന്തൊക്കെയാണ് അത് നോക്കാം ആദ്യം. യെസ്, ഓക്കെ. ജെൽ ഇലക്ട്രോഫോറസിസ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, PBr 322. സോ ഇപ്പുറത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ക്ലോണിംഗ് വെക്ടർ, എത്തിഡിയം ബ്രോമൈഡ്, മോളിക്കുലർ ഡയഗ്നോസിസ് ആൻഡ് എക്കോ R1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിന് ഏതാണ് ഇവിടെ മാച്ച് ആവുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ് ബി അല്ലെ, എത്തിഡിയം ബ്രോമൈഡ്. ഓക്കെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ മോളിക്കുലർ ഡയഗ്നോസിസ്. ഓക്കെ, മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതോ ഒരു കുഞ്ഞ് ബാക്ടീരിയ നമ്മുടെ വളരെ കുറവ് അമൗണ്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ ബ്ലഡ് സാമ്പിൾ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നില്ല. അപ്പൊ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് മോളിക്കുലർ ഡയഗ്നോസിസ്. അത് PCR ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, സോ മോളിക്കുലർ ഡയഗ്നോസിസിൽ നമ്മൾ PCR ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ അത് രണ്ടിനും മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഏതാണ്? ക്ലോണിംഗ് വെക്ടർ ആണോ എക്കോ R1 ആണോ? സോ എക്കോ R1 ഇസ് ദി റൈറ്റ് ആൻസർ. ആൻഡ് PBr 322 എന്ന് പറയുന്നത് ക്ലോണിംഗ് വെക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാവരും ക്ലിയർ ആയല്ലോ? 1 is what? B. ഓക്കെ, 1 is B. 2 is എന്താണ്? 2 is C. 3 എന്താണ്? A ആണ്. 4 എന്താണ്? 3 എന്താണ്? 3 is D അല്ലെ, 3 is D. Yes, 3 is D. 4 is A. Okay, yes. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഡിസ്റ്റിംഗ്വിഷ് ദി ആക്ടിവിറ്റി ഓഫ് എൻഡോന്യൂക്ലിയസ് ഫ്രം എക്സോന്യൂക്ലിയസ്. എൻഡോന്യൂക്ലിയസിനും എക്സോന്യൂക്ലിയസിനും ഉള്ള ഡിഫറൻസ് നമ്മൾ ഇവിടെ എഴുതി കൊടുത്താൽ ദാറ്റ് ഈസ് ഇനഫ്. സോ both are, first thing is both are nuclease enzyme. So nuclease enzyme. Okay, so ഇവിടെ നമ്മൾ രണ്ട് കോളം ആക്കി. One is endonuclease, another one is exonuclease. So here the DNA molecule cut in the specific site. ഇവിടെ specific siteലാണ് എന്താവുന്നത്? DNA molecule cut at specific site. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ DNA molecule cut at the end of the molecule അല്ലെങ്കിൽ DNA. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ എൻഡോന്യൂക്ലിയസിന് എന്താണ്? എക്കോ R1 എന്ന് എഴുതി കൊടുത്താൽ that is enough. Okay, so that is the difference. Okay, next one.
ഐഡന്റിഫൈ ദി ഫിഗർ ഗിവൻ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പൽ ബിഹൈൻഡ് ഇറ്റ്. ഇതേതാണിത്? എന്താണിത്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെ? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിന്റെ പ്രിൻസിപ്പൽ എന്താണ്? എന്താണ് ഇതിന്റെ പ്രിൻസിപ്പൽ? പ്രിൻസിപ്പൽ ഈസ് നത്തിങ് ബട്ട് ദ DNA is negatively charged. Negatively charged. So it will move towards positively charged അല്ലെ? Positively charged point. So DNA can be separated based on the molecular weight. That's all. അത്ര മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. Okay, next question. The DNA fragments can be separated using gel electrophoresis. Name the gel used as in this technique. ഏത് ജെല്ലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? അഗറോസ് ജെൽ. ഏത് ജെല്ലാണ്? അഗറോസ് ജെല്ലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. Write the name of the technique used to move the DNA from the gel. എന്താണ്? ഏത് ടെക്നിക്കാണ്? എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? സോ റൈറ്റ് ദി നെയിം ഓഫ് ദി ടെക്നിക് യൂസ് ടു റിമൂവ് ദ DNA ഫ്രം ദി ജെൽ. ജെല്ലിൽ നിന്നും DNA മാത്രം, നമുക്ക് വേണ്ട DNA മാത്രം എടുത്ത് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്? B is nothing but elution. എന്താണ്? B is nothing but elution. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. Given below is the DNA sequence. First question, right? This is what is the type of the DNA sequence called? Okay, ഈ ഒരു DNA sequence എന്താണ്? So this is nothing but palindromic സീക്വൻസ് അല്ലെ? ഇതിന് എന്തെന്ന് നമ്മൾ പറയും? പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയും. ബിക്കോസ് GAATTC. സോ ഒരേ ഓറിയന്റേഷനിൽ, അതായത് 5' to 3' ഇത് വായിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമുക്ക് അതന്നെ കേൾക്കാൻ പറ്റും അല്ലെ? GAATTC, റൈറ്റ്? സോ സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിക്കുന്നത്? പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. Name the enzyme which can cut DNA strand by recognizing this സീക്വൻസ്. ഈ സീക്വൻസിനെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആ എൻസൈമിന്റെ പേരെന്താണ്? റെക്കഗ്നൈസേഷൻ സൈറ്റിനെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു എൻസൈമിന്റെ പേരെന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ എൻസൈം നോൺ ആസ് മോളിക്കുലർ സിസർ. ഗിവ് ആൻ എക്സാമ്പിൾ for it. Okay, so molecular scissor എന്ന് പറയുന്ന ആ എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ് molecular scissor, because it will cut the DNA molecule into smaller pieces അല്ലെ? സോ എക്സാമ്പിൾ ഏതാണ്? ഹിൻഡ് 3 അല്ലെങ്കിൽ ഹിൻഡ് 2 അല്ലെ? ഹിൻഡ് 2 ഉണ്ട്, ഹിൻഡ് 3 ഉണ്ട്, എക്കോ R1 ഉണ്ട് അല്ലെ? സോ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? Yes, the given figure shows a sequence of DNA that can be cut down by restriction endonuclease. Name the sequence. ഈ സീക്വൻസിനെ എന്തെന്ന് പറയും നമ്മള്? സീക്വൻസിനെ എന്തെന്ന് പറയും? പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയും അല്ലെ? Write down the name of restriction endonuclease which recognizes എബോ സീക്വൻസ്. ഇതിന് ഈ ഒരു ഡയഗ്രാം നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ റീജിയനെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് എക്കോ R1. വൈ? ബിക്കോസ് ഇറ്റ് വിൽ റെക്കഗ്നൈസ് GAATTC. ഓക്കെ, GAATTC എന്ന് പറയുന്ന ഈ ഒരു പാലൻഡ്രോമിക് സീക്വൻസിനെയാണ് നമ്മുടെ എക്കോ R1 റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് അതേ സീക്വൻസ് ആണ്, റൈറ്റ്? ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് recognizes a specific sequence in DNA. Name the sequence and write down its peculiarity. Okay, so restriction endonuclease recognizes a specific sequence in DNA.
ഓക്കെ, ആ സീക്വൻസിനെ എന്തെന്ന് വിളിക്കും? പാലൻഡ്രോമിക്. എന്തെന്ന് വിളിക്കും? പാലൻഡ്രോമിക് എന്ന് വിളിക്കും. എന്താണ് അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിസിറ്റി, അല്ലെ? റൈറ്റ്. ഓക്കെ, എന്താണ്? നെയിം ദിസ് സീക്വൻസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് പെക്യുലാരിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ പെക്യുലാരിറ്റി, അതായത് നമ്മുടെ പാലൻഡ്രോമിക് സീക്വൻസിന്റെ പെക്യുലാരിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റീഡ് സെയിം ഇൻ both direction when we read it on same orientation. That is 5' to 3' നമ്മൾ വായിക്കുമ്പോൾ ഈ സൈഡിൽ നിന്നും ഒന്ന് തന്നെ കേൾക്കുകയാണെങ്കിൽ, ഒരേ സൗണ്ട് തന്നെ കേൾക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാലൻഡ്രോമിക് സീക്വൻസ്. അതാണ് ഇതിന്റെ പെക്യുലാരിറ്റി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദി ഐറ്റം ഓഫ് കോളം എ വിത്ത് കോളം ബി. ക്ലോണിംഗ് വെക്ടർ ഏതാണ്? കുറച്ച് നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണോ ഇവിടെ വന്നിരിക്കുന്നത്? യെസ്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അല്ലല്ലോ അല്ലേ? യെസ്. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? ക്ലോണിംഗ് വെക്ടർ ഏതാണ്? ഇതിൽ ഏതാണ് ക്ലോണിംഗ് വെക്ടർ? ക്ലോണിംഗ് വെക്ടർ ഈസ് നത്തിങ് ബട്ട് PBr 322 അല്ലേ? യെസ്. അപ്പോൾ A is 5. Okay, separation of DNA fragments is nothing but gel electrophoresis, so B is 3. And next PCR ന് ഏതാണ്? ടാക് പോളിമറേസ് ആണ്, so 2. C is 2. And D എന്താണ്? കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്. അതേതാണ്? അത് ദാറ്റ് ഈസ് ബയോറിയാക്ടർ. യെസ്. ഓക്കെ, D is 1. Okay, so the correct answer is ആദ്യത്തേത് 5 ആണ്, സെക്കൻഡ് വൺ 2 ആണ്, തേർഡ് വൺ 2 ആണ്, സെക്കൻഡ് വൺ 3 ആണ്, തേർഡ് വൺ 2 ആണ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് 1. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് നോട്ട്സ് ഓൺ മൈക്രോ ഇൻജെക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ്. സോ മൈക്രോ ഇൻജെക്ഷൻ ഈസ് നത്തിങ് ബട്ട് giving or inserting the foreign DNA directly into the cell. Injecting the DNA, അല്ലെങ്കിൽ നമുക്ക് കളർ മാറ്റിയെടുക്കാം. യെസ്. ഓക്കെ, injecting the foreign DNA into the cell, directly into the cell. സോ അതിനെയാണ് നമ്മൾ മൈക്രോ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ബയോളിസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളിസ്റ്റിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ജീൻ ഗൺ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജീൻ ഗൺ എന്നും വിളിക്കും. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA, ഫോറിൻ DNA നമ്മുടെ ഈ ഒരു ടങ്സ്റ്റനോ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡിലേക്കോ പ്ലേറ്റ് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് സെല്ലിലേക്ക് ബമ്പാർഡ് ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ്. മനസ്സിലായോ? യെസ്. വാട്ട് ഈസ് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് സോ സെൽസ് ആർ ബോംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഓക്കെ, ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്? ഈ ഗോൾഡൻ ടങ്സ്റ്റണിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ DNA റാപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് നമ്മുടെ ബയോളിസ്റ്റിക്സ്. എല്ലാവർക്കും മനസ്സിലായോ? ഈസി ആയിരുന്നോ എല്ലാവർക്കും? എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത്, അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ PDF നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തും. സോ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണും. പെട്ടെന്ന് നോക്കി ക്ലിക്ക് ചെയ്യുക, വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. യെസ്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൾ.